അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 41-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹിജ്റയെ സംബന്ധിച്ചാണ്. മക്കയിലുള്ള മൊത്തം വിശ്വാസികളായിട്ടുള്ള ആളുകളും അവർ രഹസ്യമായിട്ട് മക്കയിൽ നിന്നും യത്രിബിലേക്ക് അവർ പലായനം ചെയ്ത് യത്രിബിലെത്തി. ഈ ഒരു സന്ദർഭത്തിൽ മക്കയിൽ അവശേഷിക്കുന്നത് ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ ഉറ്റമിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമനായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ മൂന്നാളുകൾ, അവരുടെ കുടുംബം മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ മക്കയിൽ അവശേഷിക്കുന്നത്. അതേപോലെ തന്നെ ഖുറൈശികൾ തടഞ്ഞു വെക്കപ്പെട്ട ഒറ്റപ്പെട്ട ചില ആളുകളും അവർ മാത്രമാണ് ഈ സന്ദർഭത്തിൽ മക്കയിൽ അവശേഷിക്കുന്നത്. അതിൽ ഒറ്റമിത്ര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലതവണയായിട്ട് റസൂലുള്ളാഹിനോട് യാത്രക്കുള്ള അനുമതി, ഹിജ്റക്കുള്ള അനുമതി തേടിയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഅജൽ യാ അബൂബക്കർ, ഓ അബൂബക്കർ നിങ്ങൾ ധൃതിപ്പെടല്ലേ, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്ക് വേണ്ടി നൽകിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തടഞ്ഞു വെക്കുകയാണ്. അത് കേട്ട സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി 2 യാത്രാമൃഗങ്ങൾ, 2 ഒട്ടകത്തെ എല്ലാം വാങ്ങി അതിനുവേണ്ടി റെഡിയാക്കി റസൂലുള്ളാഹിന്റെ അനുമതിക്ക് വേണ്ടി കാതോർത്ത് അവിടെ നിൽക്കുകയാണ്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ഖുറൈശികൾ ഒന്നടങ്കം അവരങ്ങേയറ്റം പരിഭ്രാന്തരാവാണ്. കാരണം മുസ്ലിങ്ങൾ ഒന്നടങ്കം കൊടിയൊഴിഞ്ഞു പോവാണ്. അത് തങ്ങൾക്കെതിരെയുള്ള വല്ല ഗൂഢനീക്കത്തിന്റെയും ഭാഗമാണോ എന്നുള്ള സംശയം കാരണം അവർ പരിഭ്രാന്തരായിട്ട് ഒരു അടിയന്തര മീറ്റിംഗ്, ഒരു ഖുറൈശി പാർലമെന്റ് അവർ ദാർ നദ്വയിൽ അവർ വിളിച്ചു ചേർക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ മീറ്റിംഗ് അവിടെ നടക്കാൻ പോകുന്നത് സഫർ മാസം 26-ാം തീയതി, അതായത് 2ാം അഖബ ഉടമ്പടി കഴിഞ്ഞ് കൃത്യം 2.5 മാസത്തിന് ശേഷമാണ് ആ മീറ്റിംഗ് അവർ വിളിച്ചു ചേർക്കുന്നത്. അതായത് അഖബ ഉടമ്പടിക്ക് ശേഷം ഈ ഒരു 2.5 മാസക്കാലത്തിനടക്കാണ് ഇതെല്ലാം അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ദാർ നദ്വയിൽ ഖുറൈശികൾ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്, അവിടെ ഒരു പാർലമെന്റാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഗോത്രത്തിലെയും പ്രതിനിധികളെ അവർ ആ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചു. ഒരേ ഒരു അജണ്ട മാത്രമാണ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആ വളർച്ചയെ നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും, അത് മാത്രമാണ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാനുള്ള അജണ്ട. എല്ലാ ഗോത്രത്തിൽ നിന്നും പ്രതിനിധികൾ അവർ ക്ഷണിച്ചെങ്കിലും ബോധപൂർവം അവർ ഒഴിവാക്കി നിർത്തിയ 2 ആളുകൾ. ഒന്ന്, ബനൂ ഹാഷിം ഗോത്രത്തിൽ നിന്നും ആരെയും അവർ ക്ഷണിച്ചില്ല. നമുക്കറിയാം ബനൂ ഹാഷിം ഗോത്രം, റസൂലുള്ളാഹിന്റെ ആ ഗോത്രത്തിൽ റസൂലുള്ളാഹിന്റെ പ്രധാനപ്പെട്ട പ്രതിയോഗി അബൂലഹബ് ലഅനഹുല്ല ആ ബനൂ ഹാഷിം ഗോത്രത്തിലുണ്ട്. അബൂലഹബിനെ അവർ ബോധപൂർവം ക്ഷണിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ അബൂലഹബ് നമുക്ക് റസൂലുള്ളാഹിനെ അങ്ങേയറ്റം വെറുക്കുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ എല്ലാം ആണെങ്കിലും ഈ ഒരു മീറ്റിങ്ങിൽ അവർ മനസ്സിന് നിരക്കാത്ത അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ബനൂ ഹാഷിം ഗോത്രത്തിലുള്ള ചില ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ആ ഗോത്രത്തിനെതിരെ അവർ സ്വീകരിച്ചേക്കാം. റസൂലുള്ളാഹിനെ അങ്ങേയറ്റം വെറുക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം ജാഹിലിയ കാലാണ്, നേരത്തെ പറഞ്ഞു എല്ലാം ഗോത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഗോത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ സമൂഹത്തിലെല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ അബൂലഹബ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ സ്വന്തം ഗോത്രക്കാരനെ ഉന്മൂലനം ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തം ഗോത്രത്തിനെതിരെ ഇത്രയും കടുത്തൊരു തീരുമാനം എടുത്ത സന്ദർഭത്തിൽ അതിന് കൂട്ടുനിന്നവൻ എന്നുള്ള ഒരു ചീത്തപ്പേര് സ്വന്തം അബൂലഹബ് താങ്ങേണ്ടതില്ലല്ലോ എന്ന് കരുതി ബോധപൂർവം സൗകര്യപൂർവ്വം അബൂലഹബിനെ ഒഴിവാക്കി നിർത്തുകയാണ്. അതേപോലെ തന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്ന മറ്റൊരു ഖുറൈശി പ്രമാണി മുത്തീബിൻ അദിയാണ്. മുത്തീബിൻ അദി പ്രധാനപ്പെട്ട ഖുറൈശി പ്രമാണിയാണെങ്കിലും ഈ അവർ ക്ഷണിക്കാതിരിക്കാനുള്ള കാരണം ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് കീഴിലാണ്. ത്വായിഫിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം മുത്തീബിൻ അദീന്റെ സംരക്ഷണത്തിലാണ് റസൂലുള്ളാഹി ഈ ഒരു സന്ദർഭത്തിൽ മക്കയിൽ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിനൊരു പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 ആളുകളെ സൗകര്യപൂർവ്വം അവർ മീറ്റിങ്ങിൽ നിന്നും ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള മുഴുവൻ പ്രധാനപ്പെട്ട ആളുകളെയും അവർ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്. ബനൂ മഖ്സൂം പ്രതിനിധിയായിട്ട് അബൂജഹൽ ലഅനഹുല്ല, അതേപോലെ തന്നെ ഉത്ബയും ഷൈബയും അബൂ സുഫിയാനും ഉമയ്യ ബിൻ ഖലഫ്, അതേപോലെ തന്നെ നളർ ബിൻ ഹാരിസിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും.
അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനായിട്ട് ദഅവത്തിന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ കഥകളെല്ലാം പറഞ്ഞ് ആളുകളെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ച നളർ ഇബ്നു ഹാരിസ്, അതേപോലെ തന്നെ ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹം ഈ സന്ദർഭത്തിൽ അവരോടൊപ്പമാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ സമഅ ബിൻ അൽ അസ്വദ്, അബുൽ ബുഖ്തരി, ഇതേ രൂപത്തിലുള്ള പ്രധാനപ്പെട്ട പ്രമാണിമാരെ മുഴുവൻ ആ മീറ്റിങ്ങിലേക്ക് അവർ വിളിച്ചു ചേർക്കുകയാണ്. ദാറുന്നദുവയിൽ അർദ്ധരാത്രി അതീവ രഹസ്യമായിട്ടാണ് മീറ്റിംഗ് അരങ്ങേറാൻ പോകുന്നത്. ഇതേ രൂപത്തിൽ നിരവധി ആളുകളെ ക്ഷണിക്കപ്പെട്ടു. പക്ഷേ ആ മീറ്റിങ്ങിൽ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കൂടി കയറി വരുന്നുണ്ട്. ഖതാദയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, ആ മീറ്റിംഗ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് വേഷപ്രച്ഛന്നനായിട്ട്, അതായത് ഒരു പരുക്കം വസ്ത്രമെല്ലാം അണിഞ്ഞ് ഒരു പ്രമാണിയുടെ ഒരു വയോവൃദ്ധന്റെ ലുക്കിൽ പിശാജ് ആ ദാറുന്നദുവയുടെ ഡോറിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വഖഫ അലാ ബാബിദ്ദാർ, സീറത്ത് ഇബ്നു ഹിശാമിൽ വായിക്കാൻ സാധിക്കും. അവർ പെട്ടെന്ന്, അതായത് രഹസ്യമായിട്ടുള്ള ഒരു മീറ്റിംഗ് അരങ്ങേറുന്നതിന് തൊട്ടുമുമ്പ് ഇതേ രൂപത്തിൽ ഒരാൾ വന്നിട്ട് ഡോറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവർ പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. അവർ ചോദിച്ചു, മനി ഷേഖ്, ആരാണിത്? ഈ വ്യക്തി ആരാണ്? നേരത്തെ ഒരല്പം മുമ്പ് അഖബ ഉടമ്പടി സന്ദർഭത്തിൽ പിശാച് അവിടെ വെച്ചുകൊണ്ട് അലറിയ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇനിയും മുന്നോട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന ആ ബദറിന്റെ സന്ദർഭത്തിലും ഖുറൈശികൾക്കിടയിൽ മനുഷ്യരൂപത്തിൽ പിശാച് ലഅനഹുല്ലാഹ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 48-ാമത്തെ വചനത്തിൽ ലാ ഗാലിബ ലക്കുമുൽ യൗമ വ ഇന്നി ജാറുൽ ലക്കും, ഇതേ രൂപത്തിൽ പിശാച് ലഅനഹുല്ലാഹ് ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കും. പല സന്ദർഭത്തിലും റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ഇതേ രൂപത്തിൽ പിശാച് ആ സത്യത്തിന്റെ വളർച്ചയെ പ്രതിരോധിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയത് ആ സീറയിലുടനീളം കാണാൻ സാധിക്കും. അപ്പൊ ഇതേ രൂപത്തിൽ ആ ദാറുന്നദുവയുടെ ഡോറിന് മുന്നിൽ ഒരു അപരിചിതനായിട്ട് പ്രത്യക്ഷപ്പെടാണ്. അപ്പൊ അവർ ചോദിച്ചു, ആരാണ് നിങ്ങൾ? ആരാണ്? അദ്ദേഹം സ്വന്തം പരിചയപ്പെടുത്തി, ഞാൻ ഷെയ്ഖും മിൻ അഹ്ലി നജ്ദ്, ഞാൻ നജ്ദിൽ നിന്നുള്ളൊരു ഷെയ്ഖാണ്. ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാത്ത നല്ല വല്ല കുതന്ത്രങ്ങളും എനിക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ നല്ല ഐഡിയകളെല്ലാം, നല്ല സജഷൻസ് നിങ്ങൾക്ക് ഒരുപക്ഷെ നൽകാൻ എനിക്കായേക്കാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾ അനുമതി നൽകണമെന്ന് അവരോട് പിശാച് ലഅനഹുല്ലാഹ് ആവശ്യപ്പെടാണ്. അപ്പോൾ അവർ ഒന്നടങ്കം ശങ്കിക്കാണ്, എങ്ങനെയാണ് അറിയാത്ത ഒരാളെ മീറ്റിങ്ങിന് നമ്മൾ ചേർക്കുക. അപ്പം അവർ രഹസ്യമായിട്ട് അവർ ചർച്ച ചെയ്ത സന്ദർഭത്തിൽ അവർ പല ആളുകളും പറഞ്ഞു, അതായത് ഒരുപക്ഷെ നമുക്കറിയാത്ത നല്ലൊരു നിർദ്ദേശം നൽകാൻ അയാൾക്ക് സാധിച്ചാലോ, അയാൾ കണ്ടിട്ട് ഒരു പ്രമാണി ലുക്കെല്ലാം ഉണ്ട്, അപ്പം അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താം എന്നവർ തീരുമാനിച്ച് അവർ പിശാച് ലഅനഹുല്ലാഹ്ക്ക്, അതായത് അവർ മനസ്സിലാക്കുന്നില്ല, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകുകയാണ്. അങ്ങനെ അർദ്ധരാത്രി, ആ രാത്രിയുടെ മറവിൽ ആ ദാറുന്നദുവക്കകത്ത് ആ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ആ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഒരേ ഒരു അജണ്ട മീറ്റിങ്ങിലുള്ളത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രതിരോധിക്കും, അതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മീറ്റിംഗ് ആരംഭിച്ച സന്ദർഭത്തിൽ സദസ്സിൽ നിന്ന് ഓരോ ആളുകൾ അവരുടെ സജഷൻ മുന്നോട്ട് വെക്കുകയാണ്. ആദ്യമായിട്ട് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുന്നത് ഖുറൈശി പ്രമാണിയായിരുന്ന അബുൽ ബുഖ്തരിയാണ്. അബുൽ ബുഖ്തരി എഴുന്നേറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സജഷൻ അദ്ദേഹം മുന്നോട്ട് വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇഹ്ബിസൂഹു ഫിൽ ഹദീദി വ അലിഖു അലൈഹി ബാബൻ, അതായത് നമുക്ക് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കിയിട്ട് ഏതെങ്കിലും തടവറയിലിടാം. അതായത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത, ഒരു കാരണവശാലും പുറത്ത് കടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ശക്തമായിട്ടൊരു തടവറയുണ്ടാക്കി നമുക്ക് അതിനകത്ത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബന്ധനസ്ഥനാക്കാം, അവിടെ കിടന്ന് മരിക്കട്ടെ. അതായത് നഊദു ബില്ലാഹ്, ഇതായിരുന്നു അബുൽ ബുഖ്തരി മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യത്തെ സജഷൻ. അത് സദസ്സിലുള്ള ആളുകൾ മുഴുവൻ അത് കേട്ടു, ഒരാളും പ്രതികരിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ ആ അവസാനമായിട്ട് വേഷപ്രച്ഛന്നനായിട്ട് കടന്നുകൂടിയിട്ടുള്ള ആ നജ്ദിൽ നിന്നുള്ള ഷെയ്ഖ് പിശാച് ലഅനഹുല്ലാഹ് എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു, ലാ വല്ലാഹി മാ ഹാദാ ലക്കും ബിറഅയി, ഈ പറയപ്പെട്ടത് നല്ലൊരു സൊല്യൂഷൻ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയപ്പെട്ടതുപോലെ നിങ്ങൾ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു ചങ്ങലയിലിട്ട് ബന്ധനസ്ഥനാക്കിയാൽ ആ പ്രശ്നം തീരാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ അനുയായികൾ അത് കേട്ട് അവിടെ വെറുതെ നിൽക്കില്ല. അവര് സ്വന്തം ജീവൻ നൽകി പോലും സംരക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ നിങ്ങൾ ബന്ധനസ്ഥനാക്കുകയാണെങ്കിൽ അത് അവരെ ഒന്നടങ്കം പ്രകോപിപ്പിക്കും, അവർ മുഴുവൻ ഒന്നടങ്കം നിങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെടും. അതുകൊണ്ട് ഈ പറയപ്പെട്ടത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല. മറ്റു വല്ല സജഷൻ ആർക്കെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ? അതാണ് നജ്ദിയൻ ഷെയ്ഖിന്റെ ചോദ്യം. ചിന്തിച്ചു നോക്കുക. അതായത് അപരിചിതനായിട്ട് കയറിക്കൂടിയ ഒരു സന്ദർഭത്തിൽ ആ സദസ്സിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന രൂപത്തിലാണ് പിശാച് ലഅനഹുല്ലാഹ് സംസാരിക്കുന്നത്. അത് കേട്ട സന്ദർഭത്തിൽ അവർക്കും തോന്നുകയാണ്, ഈ ഷെയ്ഖ് ആള് കൊള്ളാലോ, നല്ല ബുദ്ധിയാണല്ലോ ഓതിത്തരുന്നത്, അതായത് ഈ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നുകയാണ്.
ഒരിക്കലും ബന്ധനസ്ഥനാക്കുക, തടവറയിലിടുക എന്നുള്ളത് നല്ലൊരു സൊല്യൂഷനല്ല. അതല്ലാത്ത മറ്റു വല്ലതുണ്ടോ എന്നാണ് ചോദ്യം. ആ സന്ദർഭത്തിൽ ആ സദസ്സിൽ നിന്നും രണ്ടാമതായിട്ട് മറ്റൊരു ഖുറൈശി പ്രമാണി അബുൽ അസ്വദ് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയാണ്. അബുൽ അസ്വദ് എഴുന്നേറ്റുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ അദ്ദേഹം പറഞ്ഞത്, നുഖ്രിജുഹു മിൻ ബൈനി അദ്ഹുരിന, നമുക്ക് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ടെങ്കിലും ദൂരദേശത്തേക്ക് നമുക്ക് നാട് കടത്താം. എങ്ങോട്ടെങ്കിലും, അതായത് നമ്മുടെ കൺവട്ടത്തുനിന്നും ഏതെങ്കിലും ദൂരദേശത്തേക്ക് അദ്ദേഹം പോയി അവിടെ ജീവിച്ചോട്ടെ, നമുക്ക് ആ തലവേദന ഇല്ലല്ലോ. അതേ രൂപത്തിൽ നമുക്ക് നാട് കടത്താം. അതായിരുന്നു രണ്ടാമതായിട്ട് ഉയർന്നു വന്ന സൊല്യൂഷൻ. ആ സന്ദർഭത്തിലും ആ നജിദിലുള്ള ഷെയ്ഖ് പിശാച് റഹ്മത്തുള്ളാഹി എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, ലാ വല്ലാഹി മാ ഹാദാ ലക്കും ബിറ, ഈ പറഞ്ഞതും നല്ലൊരു അഭിപ്രായമല്ല, അല്ലെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാട് കടത്തിയാലും അദ്ദേഹത്തിന്റെ ആശയത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെടുന്ന ആശയം അലം തറു ഹുസ്ന ഹദീസിഹി വഹലാവത മൻതിഖിഹി, പിശാച് റഹ്മത്തുള്ളാഹി പറഞ്ഞു കൊടുക്കാൻ. അതായത് മുഹമ്മദ് പറയുന്ന ആ ആശയത്തിന്റെ ഗാംഭീര്യം, അതിന്റെ മാധുര്യം, അതേപോലെ തന്നെ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ചാരുതിയെ സംബന്ധിച്ചെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ഹൃദയത്തെ കീഴടക്കാൻ, ഹൃദയത്തെ അങ്ങേയറ്റം സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. അപ്പൊ നിങ്ങൾ എങ്ങോട്ടെങ്കിലും നാട് കടത്തുകയാണെങ്കിൽ അവിടെ പോയി അവിടെ പറഞ്ഞ് അവിടെയുള്ള ആളുകളുടെ മുഴുവൻ ആ ആദർശത്തിന്റെ ശക്തി കാരണം അവിടെയുള്ള ആളുകളുടെ മുഴുവൻ ഹൃദയവും അദ്ദേഹം കീഴടക്കും. അവസാനം ആളുകളെല്ലാം സ്വരൂപിച്ച് അവർ പിന്നീട് നിങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്കെതിരെ അവർ ഇറങ്ങി പുറപ്പെടും. അപ്പം അതുകൊണ്ട് അതും നല്ലൊരു സൊല്യൂഷൻ എന്ന് പിശാച് ലഅനഹുല്ലാഹ് ഓതി കൊടുക്കുകയാണ്. ചിന്തിച്ചു നോക്ക്. അതായത് നമുക്കറിയാം ഇസ്ലാമിന്റെ ആദർശം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിലുണ്ടാക്കുന്ന സ്വാധീനം ആ സദസ്സിൽ പിശാച് ലഅനഹുല്ലാഹയേക്കാൾ മറ്റാർക്കാണ് അറിയുക. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതും നല്ലൊരു തീരുമാനമല്ല. അതല്ലാത്ത മറ്റു വല്ലതും നിങ്ങൾക്ക് പറയാനുണ്ടോ? അതാണ് ആ നജിദിയൻ ഷെയ്ഖിന്റെ ചോദ്യം. അതായത് അപരിചിതനായിട്ട് കയറിക്കൂടി അപ്പൊ സദസ്സ് മുഴുവൻ അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാവ്, ആ ഖുറൈശി പ്രമാണിയായിരുന്ന അവരുടെ പ്രധാനപ്പെട്ട വ്യക്തി അബൂജഹൽ ലഅനഹുല്ലാഹ് ആ സദസ്സിൽ ഒന്നും മിണ്ടാതെ മറ്റുള്ള ആളുകളുടെ അഭിപ്രായം കേട്ടെല്ലാം നിശബ്ദനായിട്ട് സദസ്സിന്റെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ അബൂജഹൽ ലഅനഹുല്ലാഹ് എഴുന്നേറ്റുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നലി ഫീഹി ലറഅയ, അതായത് എനിക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ പറയാൻ ധൈര്യപ്പെടാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളും ഇതുവരെ പറയപ്പെടാത്തതായിട്ടുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അത് കേട്ട ഉടനെ ആ സദസ്സ് ഒന്നടങ്കം ആശ്ചര്യത്തോടു കൂടെ അബൂജഹലിന്റെ നേരേക്ക് തിരിയാണ്. അവർ ആശ്ചര്യത്തോടുകൂടെ കാതുകൂർപ്പിച്ച് അബൂജഹൽ പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി അവർ ചോദിച്ചു, വമാഹുവ യാ അബുൽ ഹക്കം, ഓ അബുൽ ഹക്കം, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മറ്റാരും പറയാത്തതായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ സന്ദർഭത്തിൽ അബൂജഹൽ ലഅനഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അബൂജഹൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരേ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉന്മൂലനം ചെയ്യുക, അതായത് മുഹമ്മദിനെ വധിക്കുക. അത് മാത്രമാണ് ഏക പോംവഴി. പക്ഷേ ആ വധം നടപ്പിലാക്കാനുള്ള വിചിത്രമായിട്ടുള്ള ഒരു മാർഗവും അദ്ദേഹം നിർദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പോയിട്ട് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുന്നതിന് പകരം നമ്മളിൽപ്പെട്ട ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രതിനിധികൾ, അതായത് ശക്തരായിട്ടുള്ള ധീരന്മാരായിട്ടുള്ള ഓരോ യുവാക്കളെ ഓരോ ഗോത്രത്തിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് അവരുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കും. ആ ഗ്രൂപ്പ് ഒന്നടങ്കം പോയിട്ടാണ് ആ മിഷൻ നിർവഹിക്കേണ്ടത്. ഒരാൾ പോയി ചെയ്യുന്നതിന് പകരം മുഴുവൻ ആളുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘം പോയിട്ട് ആ മിഷൻ നിർവഹിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം അബൂജഹൽ പറഞ്ഞു കൊടുക്കണം, ഫഇന്നഹും ഇദാ ഫഅലു ദാലിക തഫറഖ ദമുഹു ഫീ ഖബാഇലി ജമീഅൻ. അതാണ് അതുകൊണ്ടുള്ള നേട്ടം. അതായത് ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ബനൂ ഹാശിം ഗോത്രക്കാർ ആ ഗോത്രത്തിനെതിരെ അവർ യുദ്ധം പ്രഖ്യാപിക്കും. പക്ഷെ അതേ സന്ദർഭത്തിൽ മുഴുവൻ ഗോത്രത്തിൽ നിന്നുള്ള ഓരോ പ്രതിനിധികൾ ഒന്നടങ്കം പോയിട്ട് ഒന്നിച്ചാ കൃത്യം നിർവഹിക്കുകയാണെങ്കിൽ മൊത്തം ഗോത്രക്കാരുടെ ഒരിക്കലും ബനൂ ഹാശിമിന് പകരം ചോദിക്കാൻ പറ്റില്ല. മൊത്തം ഗോത്രത്തിനെതിരെ ഒരിക്കലും ബനൂ ഹാശിം ഗോത്രം യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അസാധ്യമായിട്ടുള്ള സ്ഥിതിക്ക് ബനൂ ഹാശിം ഗോത്രക്കാർ ആ വധത്തിന് അവർ ആ ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയ വാങ്ങാൻ അവർ നിർബന്ധിതരാകും. ആ ദിയ സ്വീകരിച്ച് അല്ലെങ്കിൽ അവർ ആ വധത്തിന് പകരമായിട്ട് നൽകുന്ന ആ ബ്ലഡ് മണി സ്വീകരിച്ചിട്ട് അവർ തൃപ്തി ആയിക്കൊള്ളും, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ അവർ നിർബന്ധിതരായിക്കൊള്ളും. അതായിരുന്നു അബൂജഹൽ ലഅനഹുല്ലാഹ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. അത് കേട്ട ഉടനെ തന്നെ ആ നജിദിയൻ ഷെയ്ഖ് അദ്ദേഹത്തിന് അങ്ങേയറ്റം തൃപ്തിയായി. അദ്ദേഹം ചിന്തിക്കുകയാണ്, അതായത് എത്ര മിടുക്കനായിട്ടുള്ള ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഖൗലു
മാ ഖാല റജുൽ, ഇദ്ദേഹം പറഞ്ഞതാണ് വാക്ക്. അതായത് നമ്മൾ പറയാറില്ല, അതായത് ഇപ്പറഞ്ഞതാണ് വർത്താനം. ആ രൂപത്തിൽ നജീദ്ദീൻ ഷെയ്ഖ് പ്രതികരിക്കുകയാണ്. അതായത് ഇതിനേക്കാൾ നല്ലൊരു അഭിപ്രായം ഉയർന്നു വരാനില്ല, ഇതിനപ്പുറം നല്ലൊരു തീരുമാനമില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ മീറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട തീരുമാനം. അതായത് ഈ അജണ്ടയാണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. ആ ഒരു കൊടും പാതകം നടപ്പിലാക്കാൻ അവർ ഏകകണ്ഠ ഐക്യകണ്ഠേന ആ ഒരു തീരുമാനത്തിലെത്തി. ആ കൃത്യം നിർവഹിക്കാൻ വേണ്ടി അവർ ഓരോ ഗോത്രത്തിൽ നിന്നും യുവാക്കളെ തെരഞ്ഞെടുത്ത ഒരു സംഘത്തെ അവർ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്. അപ്പൊ അർദ്ധരാത്രിയാണ് അവർ തീരുമാനം എടുക്കുന്നത്. പിറ്റേ ദിവസം രാത്രി തന്നെ പദ്ധതി നടപ്പിലാക്കാനുള്ള ആ മിഷൻ ഈ സംഘത്തെ അവർ ഏൽപ്പിക്കുകയും ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ രാത്രിയുടെ മറവിൽ അതീവ രഹസ്യമായിട്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. പക്ഷേ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹിന്റെ പക്കൽ എല്ലാ രഹസ്യങ്ങളും പരസ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒരാൾക്കും ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ മീറ്റിങ്ങിനും അവരെടുക്കുന്ന തീരുമാനത്തിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാണ്. നമുക്കറിയാം സൂറത്തുൽ മുജാദലയുടെ 7-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് പറയുന്നുണ്ട്, മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ 3 പേര് നടത്തുന്ന രഹസ്യ സംഭാഷണത്തിൽ 4-മനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. ഇനി നിങ്ങൾ 5 പേര് നടത്തുന്ന സംഭാഷണത്തിൽ 6-മനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. വല അദ്നാ മിൻ ദാലിക് വല അക്സർ, അത് ഇനി അതിൽ കുറഞ്ഞതോ കൂടുതലോ ആയിട്ടുള്ള സദസ്സാകട്ടെ, അവിടെ എല്ലാത്തിനും സാക്ഷിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെ വെച്ചുകൊണ്ട് ഏതൊരു സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്താലും നിങ്ങൾ സംസാരിച്ചാലും എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയായിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് സാക്ഷിയായിരുന്നു. അപ്പൊ അവരാ തീരുമാനം എടുത്ത, ആ ക്രൂരമായിട്ടുള്ള ആ കൃത്യം നിർവഹിക്കാൻ വേണ്ടി അവരാ തീരുമാനം എടുത്ത അതേ രാത്രി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വഹി നൽകി. സൂറത്തുൽ അൻഫാലിന്റെ 30-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ആ വചനത്തിൽ ആ മീറ്റിംഗ് മൊത്തം ആ വചനത്തിലൂടെ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് യംകുറു ബിക്കല്ലദീന കഫറു, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ നിനക്കെതിരെ തന്ത്രം മെനഞ്ഞ സന്ദർഭം. അതായത് ആ രാത്രി കൂടിയ മീറ്റിംഗ് ആണ് പരാമർശ വിഷയം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയുസ്ബിതൂക, നിന്നെ ബന്ധനസ്ഥനാക്കാൻ. നമുക്കറിയാം മീറ്റിംഗിൽ ആദ്യമായിട്ട് ഉയർന്നു വന്നത് അബുൽ ബഖ്തരി പറഞ്ഞത് അദ്ദേഹത്തെ നമുക്ക് ബന്ധനസ്ഥനാക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലിയുസ്ബിതൂക ഔ യഖ്തുലൂക, അല്ലെങ്കിൽ നിന്നെ വധിക്കാൻ, അതല്ലെങ്കിൽ ഔ യുഖ്രിജൂക, നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ. അവരാ മീറ്റിങ്ങിൽ എടുത്ത പ്രധാനപ്പെട്ട ഉയർന്നു വന്ന 3 സജഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അതിന് ശേഷം ആയത്തിന്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയംകുറൂന വയംകുറുല്ലാഹു അല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവര് തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആലയും തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും മികച്ചവൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ത്രമാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരാ മിഷൻ പ്ലാൻ ചെയ്ത അതേ ദിവസം അതേ സന്ദർഭത്തിൽ ഹിജ്റക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാനുള്ള നിർദ്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അതേ ദിനം താങ്കളും ഹിജ്റ നിർവഹിക്കുക. കാരണം വയംകുറൂന വയംകുറുല്ലാ, അവർ തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പദ്ധതിയുടെ ഭംഗി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അതേ സമയത്ത് തന്നെ ഹിജ്റ പോകാനുള്ള നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. അതായത് ആ രാത്രിയാണ് ഖുറൈശികൾ മീറ്റിങ്ങിലൂടെ തീരുമാനം എടുത്തിട്ടുള്ളത്. പിറ്റേ ദിവസം രാത്രി ആ മിഷൻ നടപ്പിലാക്കാൻ അവർ പദ്ധതി ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയുമായിട്ട് റസൂലുള്ളാഹിനെ സമീപിക്കാൻ, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം രാത്രി നിങ്ങൾ ഹിജ്റക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടണം. നിങ്ങൾ ഇന്നൊരിക്കലും നിങ്ങൾ സാധാരണ ഉറങ്ങുന്ന ആ വിരിപ്പിൽ നിങ്ങൾ ഉറങ്ങരുത്. പകരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കടത്താനും അതേപോലെ തന്നെ ഹിജ്റ ഒറ്റയ്ക്കല്ല, കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടാനുള്ള നിർദ്ദേശമെല്ലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ ദിവസം പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശമായിട്ട് നൽകി. ആ കൽപ്പനകളോടൊപ്പം തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 80-ാമത്തെ ആയത്തും ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യായിട്ട് നൽകുകയാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹസനായിട്ടുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഹിജ്റക്കുള്ള കൽപ്പന ലഭിച്ച സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് സൂറത്തുൽ ഇസ്രാഇന്റെ 80-ാമത്തെ ആയത്ത് നൽകുകയാണ്. ആയത്ത് മനോഹരമാണ്, കഴിയെങ്കിൽ അത് വായിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വഖുൽ റബ്ബി
അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പിന്നീട് അങ്ങോട്ട് നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ്, ഓ അല്ലാഹ്, എൻ്റെ പ്രവേശനം നീ സത്യത്തോടൊപ്പാക്കണേ. അതായത് സത്യത്തിന്റെ മാർഗത്തിൽ എനിക്ക് പ്രവേശിക്കാൻ അദ്ഖിൽനി മുദ്ഖല സിദ്ഖി, അവിടെ പ്രവേശനം എന്നുള്ളതുകൊണ്ട് വിവക്ഷ യത്രിബിലേക്കുള്ള പ്രവേശനാണ്. അതേപോലെ തന്നെ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, എൻ്റെ പുറപ്പാടും സത്യത്തോടൊപ്പം ആക്കണേ. അതായത് പുറപ്പാട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിൽ നിന്നുള്ള എക്സിറ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, നിന്നിൽ നിന്നുള്ള ഒരു അധികാരശക്തിയെ നീ എനിക്ക് സഹായമായിട്ട് നൽകണേ. ആ യാത്രയിൽ പുറപ്പെടുന്ന സന്ദർഭത്തിലും അവിടെ പ്രവേശിക്കുന്ന സന്ദർഭത്തിലും ഓ അല്ലാഹ് എന്നെ സഹായിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന പിന്നീട് അങ്ങോട്ട് നിരന്തരം ഉരുവിടാനുള്ള ആ ഒരു പ്രാർത്ഥനയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു ആയത്ത് അവിടെ വെച്ചുകൊണ്ട് വഹി നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി തുടർന്നുള്ള സീറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സാന്ദർഭികമായിട്ടൊരു കാര്യം, സൂറത്തുൽ ഇസ്രായിന്റെ 80-ാമത്തെ ആയത്ത് നമ്മൾ സൂചിപ്പിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, പരിശുദ്ധ ഖുർആനുമായിട്ട് കഴിയുന്നത്ര ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സീറ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സൂറത്തുൽ ഇസ്രായിനെ സംബന്ധിച്ച് പലതവണയായിട്ട് ഞാൻ പറഞ്ഞു, സൂറത്തുൽ ഇസ്രാ ആ ഹിജറക്ക് തൊട്ടും ഇസ്രാ മിറാജുമായിട്ട് ബന്ധപ്പെട്ട ആ സന്ദർഭത്തിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജറയിലേക്ക് നൽകുന്ന സൂചന, അത്തരത്തിലുള്ള ഒരു വചനം കഴിഞ്ഞ ഭാഗത്തിന്റെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ മക്ക കാലഘട്ടത്തിന്റെ, അതായത് മൊത്തത്തിലുള്ള 10-13 വർഷ കാലഘട്ടത്തിന്റെ ആ ചരിത്രം, അതേപോലെ തന്നെ ഹിജറയുടെ ആ ചരിത്രം, അതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ ഇസ്രാഇന്റെ 73 മുതലുള്ള ആയത്തുകൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ചരിത്രമെല്ലാം മനസ്സിൽ വെച്ച് നിങ്ങൾ ഇവിടെ പോസ് ചെയ്തിട്ട് പരിശുദ്ധ ഖുർആൻ തുറന്ന് അർത്ഥസഹിതം പിന്നീടുള്ള, അതായത് 73 മുതലുള്ള ആയത്തുകളൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. 73-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ കാദൂ ലയഫ്തിനൂനക അലല്ലദീന ഔഹൈന ഇലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിനക്ക് ബോധനം നൽകിയതിൽ നിന്ന് നിന്നെ വഴിതെറ്റിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ യഥാർത്ഥത്തിൽ ആ മക്കൻ സീറയുടെ ഒരു സമ്മറിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. കഴിഞ്ഞ 10, 12, 13 വർഷമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ആ യഥാർത്ഥത്തിലുള്ള സത്യത്തിന്റെ പാതയിൽ നിന്നും വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് നിരന്തരം ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എത്ര ശ്രമങ്ങൾ, നിരവധി പ്രലോഭനങ്ങൾ, നിരവധി മർദ്ദനങ്ങൾ, ഭീഷണികൾ, ഊരുവിലക്ക്, ഇതേ രൂപത്തിൽ ഒരു മനുഷ്യനെ ദൃഢനിശ്ചയത്തിൽ നിന്നും വഴിതെറ്റിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർക്കാവുന്നതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് 73-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ശേഷം 74-ാമത്തെ ആയത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതേ രൂപത്തിൽ നിരന്തരം അവർ ശ്രമിച്ചിട്ടും അവരുടെ ശ്രമങ്ങളിലൊന്നും അകപ്പെടാതെ സത്യത്തിന്റെ മാർഗത്തിൽ ഒരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും സാധ്യമായത് സബ്ബത്തിനാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇസ്ബാത്ത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹൃദയത്തിനുള്ള ആ സ്ഥൈര്യം കൊണ്ടാണ് ആ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെടാതെ സധൈര്യം അവരുമായിട്ട് ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചത്. ഈ ഒരു വാക്ക്, ഈ ഒരു ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് മാത്രമല്ല, മറിച്ച് ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി നിരന്തരം അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ സന്ദർഭത്തിൽ നിങ്ങൾ അതിനെ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സ്ഥൈര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ബാത്ത് നിങ്ങൾക്ക് നൽകും എന്നുള്ള പ്രതീക്ഷയാണ്. സുബ്ഹാനല്ലാഹ്. 74-ാമത്തെ ആയത്ത്. അതിനുശേഷം 75-ാമത്തെ ആയത്തിൽ വലിയൊരു താക്കീതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു താക്കീത്, ശക്തമായിട്ടുള്ള ഒരു താക്കീത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യം സത്യമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അസത്യവുമായിട്ട് നിങ്ങളെങ്ങാനും സന്ധി ചേരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സത്യത്തെ നിങ്ങൾ അടിയറവ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവിശ്വാസികൾക്ക് അങ്ങേയറ്റ സന്തോഷം ഉണ്ടാക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിഅഫൽ ഹയാത്തി വദിഅഫൽ മമാത്ത്, നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇരട്ടി ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനോടാണ് പറയുന്നത്. ഇത്രയും ഗൗരവമായിട്ടുള്ള ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ സത്യത്തിനെ എങ്ങാനും, ആ സത്യത്തിൽ നിങ്ങൾ അസത്യവുമായിട്ട് നിങ്ങളെങ്ങാനും സന്ധി ചേരാണെങ്കിൽ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടല്ല, അഊദു ബില്ലാഹ്, അത് ആ റസൂലുള്ളാഹിന്റെ അനുയായികൾക്കുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള അനുയായികൾക്കുള്ള ഒരു ഉണർത്തലാണ്. സുബ്ഹാനല്ലാഹ്.
അവർക്ക് ഇരട്ടി ശിക്ഷ. കാരണം സത്യമാണെന്ന് അറിഞ്ഞിട്ടും ആ സത്യത്തെ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാകുന്ന സന്ദർഭത്തിൽ അവർക്ക് ഇരട്ടി ശിക്ഷയാണ് അവർക്ക് കാത്തിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതിനുശേഷം 76-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആയത്താണ് ഇൻ കാദു ലയസ്തഫിസൂനക മിനൽ അർള്, തീർച്ചയായിട്ടും ഈ നാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിന് ആദ്യത്തിൽ ഈ ആയത്ത് പാരായണം ചെയ്തിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനം പ്രതീക്ഷ നൽകിക്കൊണ്ട് ലാ യൽബസൂന ഇല്ലാ ഖിലാഫക ഇല്ലാ ഖലീല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിന്നെ പുറത്താക്കിയതിന് ശേഷം ഒരുപാട് കാലമൊന്നും അവർക്ക് സമാധാനത്തോടുകൂടെ അവിടെ ജീവിക്കാൻ സാധിക്കില്ല. അതായത് വരാനിരിക്കുന്ന ആ മക്ക വിജയത്തിലേക്കുള്ള സൂചനയാണ് 76-ാമത്തെ ആയത്തിന്റെ അവസാനം. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും റസൂലുള്ളാഹിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് 77-ാമത്തെ ആയത്തിൽ സുന്നത്തഖദ് അർസൽനാ ഖബലക മിർ റുസുലിന, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ മാത്രമല്ല ഓ പ്രവാചകരെ, ഹബീബായിട്ടുള്ള റസൂലുള്ളാഹിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആശ്വാസം, ഓ പ്രവാചകരെ, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകരും അതേ പാതയിലൂടെ അവരും സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല 78ഉം 79ഉം ആയത്തുകളിൽ അത്തരം സന്ദർഭങ്ങളിൽ നമസ്കാരം അധികരിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക, പ്രത്യേകിച്ച് രാത്രി നമസ്കാരം പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം 80-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയോട് ഒന്നുകൂടെ അടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു റബ്ബി ദഖൽനി മുദ്ഖല സിദ്ഖിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നൽകി. അതിനുശേഷം 81-ാമത്തെ ആയത്തിൽ സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. അതായത് ഈ ഒരു പാസേജ് നമ്മൾ മൊത്തം മനസ്സിൽ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക വിജയത്തിലേക്കുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട്. അതിനുശേഷം 81-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഖുൽ ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ സത്യം വന്നു, അസത്യം മാഞ്ഞുപോയി, അസത്യം എന്നുള്ളത് മാഞ്ഞു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നേരത്തെ ഒരല്പം നിന്നെ പുറത്താക്കിയതിന് ശേഷം ഒരല്പകാലം മാത്രമേ അവർ താമസിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ താമസിക്കൂ എന്ന് പറഞ്ഞു. ഈ ഒരു പാസേജിന്റെ അന്ത്യത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സത്യം എല്ലാത്തിനെയും അതിജയിച്ച് വരുന്ന ആ മക്ക വിജയാണ് ഈ ആയത്തിന്റെ 81-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് സ്വഹീഹ് ബുഖാരിയുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, കാലങ്ങൾക്ക് ശേഷം മക്ക വിജയത്തിന്റെ ദിവസത്തിൽ ആ വിജയക്കൊടി പാറിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചെത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ നാവിൽ റസൂലുള്ളാഹി ഉരുവിട്ടുകൊണ്ടിരുന്നത് സൂറത്തുൽ ഇസ്രാഇന്റെ 81-ാമത്തെ ആയത്തായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതെല്ലാം ഈ ഒരു ചരിത്രം മനസ്സിൽ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് നിങ്ങൾ പാരായണം ചെയ്തു നോക്കുക. നമ്മൾ സീറയിലേക്ക് തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്നത്തെ രാത്രി, ആ ദിവസം രാത്രി ഹിജ്റ പോകാനുള്ള കൽപ്പന പ്രഭാതത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകുകയാണ്. ആ കൽപ്പന ലഭിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിന്റെ നട്ടുച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ആ വാർത്ത അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഇറങ്ങി പുറപ്പെടുകയാണ്. പിന്നീടുള്ള സംഭവങ്ങൾ സ്വഹീഹ് ബുഖാരിയിൽ ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട സുദീർഘമായിട്ട് ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. ആ ഹദീസ് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഹദീസ് ഉദ്ധരിക്കുന്ന മറ്റാരുമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ റസൂലുള്ളാഹിന്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അവർ പറയാണ്, അന്നത്തെ ദിവസം നട്ടുച്ചക്ക്, അതായത് ഫീ നഹരി ലൊഹീറ, ആ നട്ടുച്ച സമയത്ത് ഞങ്ങൾ വീട്ടിലിരിക്കുമായിരുന്നു. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്കാലഘട്ടത്തെ അറേബ്യൻ കൾച്ചർ എന്നുള്ളത് ഉച്ച സമയത്ത് ഒരാളും പുറത്തിറങ്ങാറില്ല. പുറത്തുള്ള ആളുകൾ മുഴുവൻ, അതായത് ജോലിയിലും മറ്റും വ്യാപൃതരായിട്ടുള്ള ആളുകളെല്ലാം വീട് അണയുന്ന സമയമാണ് ഉച്ച സമയം. വീട്ടിലേക്ക് അവർ വന്ന് ഭക്ഷണം കഴിച്ച് ആ സമയത്തുള്ള ഒരു ഉറക്ക്, കൈലൂല, ആ കൈലൂലയുടെ സമയമാണ്, ഉച്ച ഉറക്കത്തിന്റെ സമയമാണ്. മറ്റാരും പുറത്തു പോകാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉച്ച ഉറക്കിനെ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒന്നാമതായിട്ട് അത് രാത്രി നമസ്കരിക്കുന്ന ആളുകൾക്കെല്ലാം വളരെയധികം ഫലപ്രദമാണെന്നുള്ളതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചതായിട്ടെല്ലാം കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആ നട്ടുച്ച സമയത്ത് മറ്റൊരാളും പുറത്തിറങ്ങാത്ത ആ ഉച്ച സമയത്ത് അങ്ങ് മരുഭൂമിയുടെ വിദൂരതയിൽ തങ്ങളുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരാളിങ്ങനെ നടന്നു വരികയാണ്. വരാന്തയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ അവർ വരാന്തയിൽ ഇരിക്കുകയാണ്. ആരാണ് വരുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറയുന്നുണ്ട്, അതായത് ആ വരുന്ന ആള് തലയിലെല്ലാം ഒരു തുണിയെല്ലാം മൂടിക്കെട്ടിയിട്ടുണ്ട്, ഉച്ച സമയമാണ്. അവർ ആകാംക്ഷയോടുകൂടെ ആരാണെന്ന് അവർ നോക്കി നിൽക്കുകയാണ്. ഒരല്പം അടുത്തെത്തിയ സന്ദർഭത്തിൽ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആളെ പിടികിട്ടി. കാരണം നമുക്കറിയാം റസൂലുള്ളാഹിന്റെ ഉറ്റ മിത്രാണ്, റസൂലുള്ളാഹിന്റെ സ്പന്ദനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആളാരാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിദാഉ ലഹു അബീ വ ഉമ്മി വല്ലാഹി മാ ജാഅ ബിഹി ഫീ ഹാദിഹി സഅ ഇല്ലാ അംർ. റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ,
എൻ്റെ ഉപ്പയും ഉമ്മയും ഞാൻ തെണ്ടമായിട്ട് നൽകുന്ന ഭാഷയിലുള്ള ഒരു എക്സ്പ്രഷനാണ്. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു അസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതായത് എന്തോ ഒരു പ്രശ്നമില്ലാതെ ഈ സമയത്ത് റസൂൽ ഒരിക്കലും വീട്ടിലേക്ക് വരില്ല എന്നുള്ള ഈ ഹദീസിന്റെ ആരംഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹി ദിനേന വരാറുണ്ടായിരുന്നു, ബുക്രത്തം വഅശിയ, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. അതിനുശേഷം വലം യമുർ അലൈന യൗമുൻ ഇല്ലാ യഅതീന ഫീഹി റസൂൽ, അതായത് ഞങ്ങളുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിൽ വരാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കടന്നു പോയിട്ടില്ല എന്നുള്ള ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്. ചിന്തിച്ചോക്ക്, എത്ര ബർക്കത്താക്കപ്പെട്ട വീടാണ്. റസൂലുള്ളാഹി വരാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കടന്നു പോയിട്ടില്ല, ഒന്നുകിൽ രാവിലെ വരും അല്ലെങ്കിൽ വൈകുന്നേരം വരും. പക്ഷേ ഇത്രയും കാലം വരാത്ത ഒരു അസമയത്താണ് ആദ്യമായിട്ടാണ് റസൂലുള്ളാഹി ഈ നട്ടുച്ച സമയത്ത് ഫീ സഅത്തിൻ ലം യകുൻ യഅതീന ഫീഹ, ഒരാളും വരാത്ത ആ ഒരു സമയത്ത് വീട്ടിലേക്ക് വരുന്നത്. അത് നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഇപ്പോൾ ഒരു അർദ്ധരാത്രി, രാത്രി 12 മണിക്ക് ഒരാൾ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ രാത്രി 12 മണിക്ക് ശേഷം ഒരു കോൾ നിങ്ങൾക്ക് വരുന്നത്, അത്രയുള്ള അതേ രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇത്രയേറെ ഹൈലൈറ്റ് ചെയ്ത് വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി ആ ഒരു സമയം തന്നെ, മറ്റാരും പുറത്തിറങ്ങാത്ത ആ ഒരു സമയം തന്നെ റസൂലുള്ളാഹി ആ വാർത്ത പങ്കുവെക്കാൻ തിരഞ്ഞെടുത്ത്? അതിലുള്ള യുക്തി ചിന്തിച്ചു നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയേറെ അതിരഹസ്യമായിട്ടൊരു വാർത്തയാണ് റസൂലുള്ളാഹിക്ക് പങ്കുവെക്കാനുള്ളത്. അത് മറ്റൊരാളും പുറത്തിറങ്ങാത്ത, അല്ലെങ്കിൽ ആ ഒരു സമയം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി തിരഞ്ഞെടുക്കണം. ഒരാളും അറിയാൻ പാടില്ല, അത്രയും രഹസ്യമായിരിക്കണം ആ ഒരു പദ്ധതി ഒരുക്കുന്നതെന്നുള്ള. സുബ്ഹാനല്ലാഹ്, അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹിന്റെ ആ പദ്ധതിയുടെ ഭംഗി അവിടെയെല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗം നമ്മൾ കഴിയുന്നത്ര മാക്സിമം നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ നിർവഹിക്കണം. അതിലുള്ള മനോഹരമായിട്ടുള്ള പാഠം കൂടെയാണ് റസൂലുള്ളാഹി അവിടെ നൽകുന്നത്. റസൂലുള്ളാഹി വീട്ടിലേക്ക് വന്നു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശനാനുമതി ചോദിച്ചു. കാരണം അസമയത്താണ് വരുന്നത്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവേശനത്തിനുള്ള അനുവാദം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കയറിയിരുന്നു. അവരെല്ലാം ആകാംക്ഷയോടുകൂടെ എന്തായിരിക്കും റസൂലുള്ളാഹി പറയാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയിൽ അവർ കാതോർത്ത് നിൽക്കുകയാണ്. റസൂലുള്ളാഹി ഇരുന്നതിന് ശേഷം മറ്റെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളല്ലാതെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് പുറത്തു പോകാൻ പറയൂ. കാരണം അത്രയും വലിയ രഹസ്യമാണ് പറയാൻ പോകുന്നത്. വീട്ടിൽ നിങ്ങളല്ലാതെ മറ്റു അന്യരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് പുറത്തു പോകാൻ പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ പ്രവാചകരെ, ഞങ്ങൾ വീട്ടുകാരായിട്ടുള്ളവർ മാത്രമേ ഇവിടെ ഉള്ളൂ, പുറത്തുനിന്നുള്ള ഒരാളുമില്ല. നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള നിക്കാഹ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അവർ കൂടെ താമസിച്ചില്ല, റസൂലുള്ളാഹിന്റെ ഭാര്യ തന്നെയാണ്. അതേപോലെ തന്നെ പിന്നീട് ആ വീട്ടിലുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹയും ആ സന്ദർഭത്തിൽ വീട്ടിലുണ്ടായിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ മൂത്തതാണ്. പ്രത്യേകം മനസ്സിലാക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മറ്റൊരു ഭാര്യയിലുണ്ടായ സന്താനാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ആദ്യം വിവാഹം കഴിച്ച ഭാര്യയിലുണ്ടായ പിറന്ന സന്താനാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ മൂത്തതാണ്. അത് മാത്രമല്ല, അസ്മാ റളിയല്ലാഹു അൻഹയുടെയും വിവാഹം നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അവർ വിവാഹം കഴിക്കുന്നത് ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയാണ് അസ്മാ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞ് ഈ ഒരു സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹ ഗർഭിണി കൂടെയാണ്. അവരുടെ വയറ്റിലൊരു കുട്ടിയുണ്ട്, ഒരു സന്താനമുണ്ട്. നമുക്കറിയാം ആ സന്താനം പിന്നീട് പിറക്കാൻ പോകുന്ന, ഹിജറയ്ക്ക് ശേഷം മുസ്ലിങ്ങൾക്ക് ആദ്യമായിട്ട് ജനിക്കാൻ പോകുന്ന, പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ ലെജൻഡായിട്ട് കടന്നു വരാൻ പോകുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹയുടെ വയറ്റിലുണ്ട്. അപ്പം ചുരുക്കത്തിൽ ഈ മൂന്നാളുകൾ അവർ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ രഹസ്യ വാർത്ത അവരിലേക്ക് പങ്കുവച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബൂബക്കർ ഫഇന്നി ഖദ് ഉദിന ലി ഫിൽ ഖുറൂജ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ പോകാനുള്ള അനുമതി എനിക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് അതിനുള്ള പെർമിഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം സന്തോഷിച്ചു. പക്ഷേ ആ സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ആശങ്കയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കാണോ പോകുന്നത്? ഞാൻ കൂടെ ഉണ്ടാകോ? ഇത്രയും കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് ഒരുപക്ഷെ നല്ലൊരു ഒരു കൂട്ടുകാരനെ നൽകിയേക്കാമെന്നെല്ലാം പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ കൂട്ടുകാരനാകാനുള്ള സൗഭാഗ്യം, അല്ലെ റസൂലുള്ളാഹിന്റെ ആ ഒരു കൂട്ടുകാരനാകാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അലട്ടുന്നത്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, അസ്സുഹ്ബ യാ റസൂലുള്ളാഹ്,
കൂടെ വരാനുള്ള അനുമതി ഇരിക്കുന്നുണ്ടോ? അതായത് എനിക്കും കൂടെ പോരാമോ? ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം യാ അബൂബക്കർ, സുബ്ഹാനല്ലാഹ്, ഓ അബൂബക്കർ, അതിന് താങ്കൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് കേട്ട സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മതിമറന്ന് സന്തോഷിക്കാൻ. മകൾ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു ഉദ്ധരണിയിൽ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ കരയാൻ തുടങ്ങി, എൻ്റെ ഉപ്പ പൊട്ടിക്കരയാൻ തുടങ്ങി. അന്നാണ് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ആളുകൾ ദുഃഖം വരുന്ന സന്ദർഭത്തിൽ മാത്രമല്ല കരയൽ, മറിച്ച് സന്തോഷം വരുന്ന സന്ദർഭത്തിലും ആളുകൾ കരയുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അന്നാണ് ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അത്രയേറെ പൊട്ടിക്കരയാണ്, അതായത് ആ സന്തോഷ കണ്ണീര്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്രയേറെ ആ വാർത്ത കേട്ട സന്ദർഭത്തിൽ സന്തോഷിച്ചു എന്നുള്ള പോസ് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയേറെ ആ വാർത്തയിൽ സന്തോഷിക്കാനുള്ള കാരണം? അതിലുള്ള നമുക്കുള്ള പാഠം എന്താണ്? സുബ്ഹാനല്ലാഹ്. ആ ഒരു വാർത്ത കേട്ട സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്രയേറെ സന്തോഷിക്കാനുള്ള കാരണം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെ സേവിക്കാനുള്ള, സഹായിക്കാനുള്ള വലിയൊരു അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്നത്. ഹിജ്റ എന്നുള്ള ആ ചരിത്ര മുഹൂർത്തത്തിൽ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കാളിയാകാനുള്ള മഹത്തായിട്ടുള്ള സൗഭാഗ്യം അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് നമുക്കതിലുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, പല സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം നമ്മളെയും തേടിയെത്താറുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ നന്മ ആകട്ടെ, വലിയൊരു കാര്യമാകട്ടെ, ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു അവസരം, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം നമ്മളെ തേടിയെത്തുന്ന സന്ദർഭത്തിൽ അത് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇത്ര ആളുകളും ഈ ലോകത്ത് ഇത്രയേറെ മനുഷ്യർ, മുസ്ലിങ്ങൾ ഉണ്ടായിട്ടും അവർക്കൊന്നും നൽകാതെ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ അവസരം നൽകാൻ വേണ്ടി നിങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. അപ്പോൾ അതിന് നമ്മൾ അത്രയേറെ ഫൽയഫ്റഹു, നിങ്ങളതിൽ സന്തോഷിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല നന്ദി പറയാന്നുള്ളത്, ആ അവസരം നൽകിയതിനു വേണ്ടി. അപ്പോൾ നമ്മളോട് ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ച് വരുന്ന സന്ദർഭത്തിൽ ആ സഹായം ചോദിച്ചെത്തുന്ന ആളുകളെ മാറ്റിവെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരം അവനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് നൽകിയെന്ന് ആ രൂപത്തിൽ നമുക്ക് ചിന്തിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം സന്തോഷ കണ്ണീരാണ് നമ്മളവിടെ കാണുന്നത്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിനോട് സന്തോഷത്തോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ 2 ഒട്ടകത്തെ, ആ വാർത്ത നിങ്ങൾ എന്നോട് പറഞ്ഞത് മുതൽ തന്നെ ഞാൻ 2 ഒട്ടകത്തെ എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, അതിലൊന്ന് താങ്കൾക്കുള്ളതാണ്. 2 ഒട്ടകണ്ട് എൻ്റെ അടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള, അതിലൊന്ന് താങ്കൾക്കുള്ളതാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റസൂലുള്ളാഹി ഉടനെ തന്നെ പറഞ്ഞു, ബിസ്സമൻ, അതായത് എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട, അതിനുള്ള വില ഞാൻ നൽകുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതായത് എനിക്ക് ഫ്രീ ആയിട്ടാണെങ്കിൽ വേണ്ട, ഞാൻ അതിന് നൽകുന്ന വില നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേതാവാണ്. ആ നേതാവായിട്ട് സ്വന്തമായിട്ടൊരു ഒട്ടകം പോലും ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് ഇല്ല എന്നുള്ള. സ്വന്തമായിട്ട് സഞ്ചരിക്കാനുള്ളൊരു വാഹനം പോലില്ല. അതുമാത്രമല്ല, അത് അനുയായികൾ നൽകുന്ന സന്ദർഭത്തിൽ അതെനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട, സൗജന്യമായിട്ട് എനിക്ക് വേണ്ട, ഞാനത് പണം കൊടുത്ത് വാങ്ങുമെന്ന് ശഠിക്കുന്ന നേതാവ്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അത്. മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം വലിയ പാടാണ് റസൂലുള്ളാഹി ആ ഒരു പ്രവൃത്തിയിലൂടെ നൽകുന്നത്. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, അതായത് ഹിജ്റയുടെ പൂർണ്ണ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയെടുക്കാൻ വേണ്ടി കൂടെയാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ, അത് മറ്റൊരാൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷേ അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം നമുക്കൊട്ടും കുറയാതെ അവർക്കും പോകുമെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം ലഭിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു, ഞാനത് വില നൽകിയിട്ട് എടുക്കും, എനിക്ക് സൗജന്യമായിട്ട് വേണ്ട എന്നുള്ള. അപ്പോൾ തീർച്ചയായിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നോക്കിക്കാണണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറയുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് സ്വീകരിക്കാണ്ടിരിക്കുക? അവസാനം മനസ്സില്ലാ മനസ്സോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ ആ പണം സ്വീകരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ യാത്ര പ്ലാൻ ചെയ്യാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പിരിയുന്നതിന് മുമ്പ് പറഞ്ഞു, ഇന്ന് രാത്രി ആ രാത്രിയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ആ രാത്രി അർദ്ധരാത്രി ഞാൻ താങ്കളെ പ്രതീക്ഷിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തും, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പോകാം, അതുകൊണ്ട് രാത്രി എന്നെയും പ്രതീക്ഷിച്ച് നിങ്ങളിവിടെ നിൽക്കുക. അത് ആ ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് യാത്രയായി. അങ്ങനെ സമയം രാത്രിയോട് അടുക്കുകയാണ്. ആ രാത്രിയാണ് അവർ മിഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേ രാത്രിയാണ് ഇറങ്ങി പുറപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളത്. ആ രാത്രി നേരം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ വീട് വളയുന്നതിന് മുമ്പ് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച്, അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിലാണുള്ളത്. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെയാണ് താമസിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, 20 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. ആ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നത്തെ രാത്രി എൻ്റെ വിരിപ്പിൽ എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് നീ പുതച്ചു മൂടിക്കിടക്കണം. അതാണ് ഒന്നാമത്തെ നിർദ്ദേശം. അതായത്
ശത്രുക്കൾ വന്ന് അവര് ആ റസൂലുള്ളാഹിനെ കൊല്ലാൻ വരുന്ന ആളുകൾ അവരെ എത്തി നോക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിരിപ്പിലുണ്ടെന്നുള്ള ധാരണ തെറ്റിക്കാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് പകരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ആ വിരിപ്പിൽ റസൂലുള്ളാഹി കിടത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ രൂപത്തിൽ കിടക്കാനുള്ള നിർദ്ദേശമാണ് അലി റളിയല്ലാഹു അൻഹുവിന് നൽകുന്നത്. ചിന്തിച്ചു എത്ര വലിയ ത്യാഗമാണ്. കാരണം ഖുറൈശികൾ അവസാനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലെന്ന് അറിയുന്ന സന്ദർഭത്തിൽ, തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നെന്ന് അറിയുന്ന സന്ദർഭത്തിൽ ആ വികാരത്തിന്റെ പുറത്ത് ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. ഒരുപക്ഷെ അവർ വധിച്ചേക്കാം. ആ സന്ദർഭത്തിൽ പിതാവ് അബൂ താലിബ് പോലും അവിടെ ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ സ്വന്തം ശരീരത്തെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷയിൽ അന്നത്തെ രാത്രി സ്വന്തം ശരീരത്തെ, റസൂലുള്ളാഹിന്റെ ആ ശരീരം സംരക്ഷിക്കാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് അലി റളിയല്ലാഹു അൻഹു ദാനമായിട്ട് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ത്യാഗമാണ്. അതും ഈ ഒരു സന്ദർഭത്തിൽ 20 വയസ്സിന് താഴെ പ്രായമുള്ള ഈ ഒരു സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ, അല്ലെങ്കിൽ ആ ത്യാഗ സന്നദ്ധത, അതെല്ലാം അതിലൂടെ പ്രതിഫലിക്കുന്നതായിട്ട്, ആ ധൈര്യം അതെല്ലാം പ്രതിഫലിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന് ഗ്യാരണ്ടി ആയിട്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കോ, അലി താങ്കൾ വിഷമിക്കേണ്ടതില്ല, അവരൊന്നും ചെയ്യാൻ പോണില്ല. സുബ്ഹാനല്ലാഹ്. അവരൊറ്റ വാക്കിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അന്നത്തെ രാത്രി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ കിടക്കാൻ പോവാണ്. ശേഷം രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന നിരവധി വെള്ളിയുടെയും സ്വർണത്തിന്റെ എല്ലാം കിഴികൾ കൊണ്ടുപോയിട്ട് നിരത്തി. അതിനുശേഷം ആ കിഴികളുടെ എല്ലാം ഉടമസ്ഥരുടെ പേരും എഴുതി റസൂലുള്ള കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം ഇവിടെയുള്ള ഈ മക്കയിലുണ്ടായിരുന്ന ആളുകൾ എന്നെ സംരക്ഷിക്കാൻ, എന്നോട് സൂക്ഷിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, അമാനയാണ്. അതുകൊണ്ട് ഞാൻ പോയതിന് ശേഷം കൃത്യമായിട്ട് ഇതെല്ലാം ഉടമസ്ഥരെ തിരിച്ചേൽപ്പിച്ചതിന് ശേഷം വേണം താങ്കൾ യത്രിബിലേക്ക് വരാൻ. സുബ്ഹാനല്ലാഹ്. അതാണ് രണ്ടാമതായിട്ട് റസൂലുള്ള പറഞ്ഞ നിർദ്ദേശം. ചിന്തിച്ചു നോക്കുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അതായത് ഇത്രയേറെ കഠിനമായിട്ട് അവർ റസൂലുള്ളാഹിനെ എതിർക്കുന്ന ഈ ഒരു സന്ദർഭത്തിലും ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അറിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സത്യസന്ധതയിൽ, റസൂലുള്ളാഹിന്റെ സത്യസന്ധതയിൽ 1% പോലും അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതായത് ആ റസൂലുള്ളാഹിന്റെ സത്യസന്ധതയിൽ അവർക്ക് പരിപൂർണ ബോധ്യം ഉണ്ടായിരുന്നു. എന്തൊരു വിരോധാഭാസമാണ്. അതായത് ഇതേ രൂപത്തിൽ ഒരു പക്ഷത്ത് അവർ എതിർക്കുന്നു, അതേ സന്ദർഭത്തിൽ അൽ അമീനാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി അവർ റസൂലുള്ളാഹിനെ ഏൽപ്പിക്കുകയും ചെയ്യാണ്. നമുക്കറിയാം അക്കാലഘട്ടത്ത് ഇന്നത്തെ പോലെ ബാങ്കും സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും വിശ്വസ്തനായിട്ടുള്ള ആളുകളെ കൊണ്ടുപോയി സമ്പത്ത് ഏൽപ്പിക്കുകയാണ് അവർ ചെയ്യാറുള്ളത്. അവർ ശത്രുക്കളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്രയേറെ സമ്പത്ത് അവർ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. ചിന്തിച്ചു നോക്ക്. അതായത് ഈ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, ഈ സമ്പത്തിന്റെ ഉടമകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുയായികളെയും 10-13 വർഷമായിട്ട് അവർ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ കാരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നത്. അതേ ആളുകളാണ് ഇതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ബോധപൂർവ്വം വധിക്കാൻ വേണ്ടി തലേ ദിവസം ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ആളുകളുടെ സമ്പത്താണ് റസൂലുള്ളാഹിന്റെ കയ്യിലുള്ളത്. റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാതെ റസൂലുള്ളാഹിക്ക് കടന്നു പോകായിരുന്നു. അങ്ങനെ കടന്നുപോയ ഒരാൾക്കും അതിൽ തെറ്റു പറയാൻ സാധ്യമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലോകത്തിന് മാതൃകയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ടവനാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനുള്ള മനോഹരമായിട്ടുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശ്വാസികൾക്ക് അതിലൂടെ കാണിച്ചു തരാൻ. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് നൽകാതെ പോയിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോയതിനു ശേഷം അവർ നിരവധി പുതിയ ആരോപണങ്ങൾ റസൂലുള്ളാഹിക്കെതിരെ അവർ ഉന്നയിക്കുമായിരുന്നു. അതായത് അവർക്ക് പറയായിരുന്നു, ഇത്രയും കാലം അൽ അമീനായിട്ട് ഞങ്ങൾ കണ്ട വ്യക്തി അവസാനം ഞങ്ങളെ ചതിച്ചു, അതേ രൂപത്തിൽ നിരവധി കള്ളനാണ്, നഊദു ബില്ലാഹ്, അതേ രൂപത്തിലുള്ള ആരോപണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്കെതിരെ അവർക്ക് പറയായിരുന്നു. പക്ഷെ അതിനുപോലുള്ള അവസരം നൽകാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു പോകുന്നത്. എത്ര വലിയ മാതൃകയാണ്. ഇത്രയും വലിയ മാതൃക കാണിച്ചൊരു നേതാവ് മാനവ ചരിത്രത്തിൽ ഒരാൾ പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതായത് ഏറ്റവും നല്ല മാതൃകയായിട്ട് നിങ്ങൾക്ക് നൽകപ്പെട്ട ആ പ്രവാചകൻ. സുബ്ഹാനല്ലാഹ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ നിർദ്ദേശം. അങ്ങനെ ആ രാത്രിയുടെ ഇരുട്ട് ആയ സന്ദർഭത്തിൽ ശത്രുക്കൾ അവർ നേരത്തെ പ്ലാൻ ചെയ്തത് പ്രകാരം അവർ റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞു. ആ വീട് വളഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരത്തെ പദ്ധതി ചെയ്തത് പ്രകാരം റസൂലുള്ളാഹിന്റെ ആ വിരിപ്പിൽ റസൂലുള്ളാഹ് ഒരു പച്ച നിറത്തിലുള്ള ഒരു ഹലറമി പുതപ്പായിരുന്നു റസൂലുള്ളാഹി പുതച്ചിരുന്നത്. അതുവരെ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ആ പുതപ്പ് മൂടിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് വിരിപ്പിൽ കിടക്കാൻ വേണ്ടി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വിരിപ്പിൽ കിടക്കാണ്. പുറത്ത് ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവര് ആ വീടെല്ലാം വളഞ്ഞ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുതപ്പ് നീക്കി ആ പുതപ്പ് മാറ്റി പുറത്തിറങ്ങുന്നതും കാത്ത് അവർ വീട്ടിന്റെ പുറത്ത് നിൽക്കാൻ, അകത്തേക്ക് ഇരച്ചു കയറി ആ കൃത്യം അല്ലെങ്കിൽ വധിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ അവർ മടിക്കാണ്. കാരണം സീറ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കപ്പെടുന്നത് അവരവിടെ വീട് വളഞ്ഞ സന്ദർഭത്തിൽ വീട്ടിൽ ചില സംസാരം, സ്ത്രീകളുടെ സംസാരം അവർ വീട്ടിൽ കേട്ടു എന്നുള്ള. നമുക്കറിയാം റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഉമ്മു ഐമൻ, അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ പ്രിയപത്നി സൗദ റളിയല്ലാഹു അൻഹ, അതേപോലെ റസൂലുള്ളാഹിന്റെ മക്കൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ എല്ലാം വീട്ടിലുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അവരെല്ലാം വീട്ടിലുണ്ട്. അവരുടെ സംസാരം അവർ കേട്ട സന്ദർഭത്തിൽ ആ മതിൽ കയറി വീട്ടിലേക്ക് പാർത്തു നോക്കിയാൽ അത് സ്ത്രീകളുടെ സ്വകാര്യത ലംഘിക്കലാകും. അത് പിന്നീട് അറബികൾക്കിടയിൽ എക്കാലത്തും ഒരു പേരുദോഷത്തിന് കാരണമാകുമെന്ന് കൂട്ടത്തിലൊരാൾ അഭിപ്രായപ്പെടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തി, അതായത് വീടിനകത്തേക്ക് ചുമര് ചാടിക്കടന്ന് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ അവർ മടിച്ചു എന്നുള്ളതാണ്. റസൂലുള്ളാഹി, അതായത് അവരുടെ ഇര, നഊദു ബില്ലാഹ്, ആ റസൂലുള്ളാഹി പുറത്തിറങ്ങുന്നത് വരെ ഉറക്കമൊഴിച്ച് വീട്ടിന്റെ പുറത്ത് അവർ കാത്തു നിൽക്കുകയാണ്. അതായത് ജാഹിലിയ കാലഘട്ടത്ത് പോലും അവർക്ക്, അതായത് സ്ത്രീകളുടെ, അതായത് ഒരു ചെറിയ പ്രകാശമാണ് നമ്മൾ അവിടെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു. അവിടെ നമ്മൾ നേരത്തെ ചേർത്ത് വെക്കേണ്ട ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ തന്ത്രം പ്രയോഗിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും തന്ത്രം പ്രയോഗിച്ചു എന്നുള്ള. അപ്പൊ അവരെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങുന്നതും കാത്ത് ശത്രുക്കള് ആകാംക്ഷയോടുകൂടെ റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു അപ്പുറത്ത് പുതപ്പിൽ കിടക്കുന്നുണ്ട് റസൂലുള്ളാഹിനെ പ്രതിനിധീകരിച്ച്. ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് ഇറങ്ങി പുറപ്പെടാനുള്ള കൽപ്പന നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ശത്രുക്കളുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോകാനുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സധൈര്യം അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ആ ശത്രുക്കളുടെ മുന്നിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി അവിടെ പുറത്ത് നിൽക്കുന്ന ശത്രുക്കളുടെ മുന്നിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് യാസീനിലെ 9-ാമത്തെ വചനം ഉരുവിട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി നടന്നു പോയത്. സൂറത്ത് യാസീനിലെ 9-ാമത്തെ വചനം നമുക്കറിയാം, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ആ ഒരു ആയത്ത് ഓതിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കിടയിലൂടെ റസൂലുള്ളാഹി ഇറങ്ങിപ്പോയത്. അതായത് ആ വചനത്തിന്റെ അർത്ഥം നമുക്കറിയാം, അതായത് അവരുടെ മുന്നിലും പിന്നിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സദ്ദൻ, ഒരു മറ വെച്ചിരിക്കുന്നു എന്നുള്ള. അതായത് അവരുടെ മുമ്പിലും അവരുടെ പിന്നിലും ഞാൻ ഒരു മറ വെച്ചിരിക്കുന്നു, അതിനാൽ ഹും ലാ യുബ്സിറൂൻ, അവർക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ആയത്ത് ഇവിടെയും ഫിറ്റാണ്. കാരണം അത്രയും പേർക്കിടയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ ദൃഷ്ടി ഒരല്പസമയത്തേക്ക് അവർ പോലും അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കാൻ, അവർക്കും റസൂലുള്ളാഹിക്കും ഇടയിൽ ഒരു അദൃശ്യമറ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അദൃശ്യമറ അവിടെ ഏർപ്പാടാക്കാണ്. റസൂലുള്ളാഹിനെ അവർ കാണുന്നില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് പാരായണം ചെയ്ത് മറ്റുള്ള റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണെടുത്ത് അവിടെ നിന്നും ആ മണ്ണ് വായുവിലേക്ക് എറിഞ്ഞു എന്നുള്ള. ആ മണ്ണ് കൃത്യമായിട്ട് അവരുടെ മൊത്തം തലയിൽ പോയി, അവിടെ വധിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ശത്രുക്കളുടെ മൊത്തം തലയിൽ പോയിട്ട് വീണു എന്നുള്ള. പക്ഷെ അവരത് അറിയുന്നില്ല. ആ അവരുടെ എല്ലാം തലയിലേക്ക് മണ്ണ് വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി നടന്നു പോവുകയും ചെയ്തു. ആ സന്ദർഭത്തിലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുന്നതും കാത്ത് അവർ വീട്ടിന്റെ പുറത്ത് നിൽക്കുകയാണ്. അവർ ആ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ആ ഇരുളിന്റെ മറവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് ലക്ഷ്യമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിവേഗം നടക്കുകയാണ്. ആ നടക്കുന്ന വഴിയിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞു. റസൂലുള്ളാഹിനെ ഒരാൾ അവിടെ ആ വഴിയിൽ വെച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ള. അയാൾ തിരിച്ചറിഞ്ഞ അയാൾ റസൂലുള്ളാഹിന്റെ വിപരീത ദിശയിൽ റസൂലുള്ളാഹിന്റെ വീട് ലക്ഷ്യാക്കിക്കൊണ്ട് നടന്നു വരാൻ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ചരിത്രം, മനോഹരമായിട്ടുള്ള ഹിജ്റയുടെ ചരിത്രം, അതിസാഹസികമായിട്ടുള്ള ആ ഒരു ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആഴത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാളെ അവരോടൊപ്പം തന്നെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.